പട്ടിയുടെ കുര കേട്ടോ? പട്ടി കുറയ്ക്കാ പിന്നെ ലളിതാനം പാടാൻ പറ്റൂടാ. അത് പ്രകൃതി ദൈവം കൊടുത്ത കഴിവാണ് അതിന് പട്ടിക്ക്. ലളിതാനം പാടാനാ? ലളിതാനം പാടാനല്ല, കുരയ്ക്കാൻ. കുരയ്ക്കാനാ? ഓ, പക്ഷെ വേറെ കേസുണ്ട്. ഈ കുരയ്ക്കണ പട്ടി കടിക്കൂലെന്നാണ്. ഉള്ളതിനാട്ടാ. പിന്നെ നീ പറഞ്ഞ കറക്റ്റാടാ. എനിക്ക് ഈ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായടാ. ഞാൻ പണി പിടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയില്ലായിരുന്നു. അവിടെ ചെന്ന പട്ടി ഭയങ്കര കുരച്ചില്. ഓ, ഞാൻ ചെന്ന് കയറി കൊടുത്ത് അടിച്ചു പറിച്ചില്ലേ. കുരയ്ക്കണ പട്ടി കടിക്കൂലില്ല, പിന്നെ ഇതെങ്ങനെ കടിച്ചത്? എടാ, 2 പട്ടി ഉണ്ടായിരുന്നു. കുരച്ച പട്ടിയല്ല കടിച്ചത്, കടിച്ച പട്ടിയല്ല കുരച്ചത്. രണ്ട് സസ്തികയായിരുന്നു. അത് പറയണ്ടേ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അണ്ണന്റെ വീട്ടിൽ പട്ടിയൊന്നും ഇല്ലണ? എന്റെ വീട്ടിൽ കിടപ്പുണ്ടാ 2 എണ്ണം, മണുക്കും കുക്കുണും. സത്യമായിട്ട് ഒരു കാര്യമല്ല, വെറുതെ തീറ്റി മാത്രം ഇരുന്ന് കുരയ്ക്കും. എന്നിട്ട് കള്ളന്മാര് വന്ന് ഞാൻ വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പട്ടി. മണക്കൂ കുക്കുണു എന്തൊരു പേരുണ്ട്. അത് ചിരിച്ച് ചാവും. പട്ടിക്കൊക്കെ പേരിട്ട് വെച്ചേക്കണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പട്ടിക്ക് പേരിടുന്നത്. ഒരു മര്യാദയുള്ള പേരിട്ട് വെച്ചുകൂടി. കൊള്ളാ. ഭയങ്കര ചിരി തന്നെ അല്ലേ? നീ ആദ്യമായിട്ടുടനെ പണിക്ക് വന്നത്. നിന്നെ കിടിച്ചുവിട്ടുന്ന കാര്യം നടക്കോ? എന്റെ കൂടെ സഹായിക്കാൻ നിൽക്കട്ടെ. നിന്നെ പോലെയായിരുന്നു ഞാനൊക്കെ പണി പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കൂടെ നോക്കി നിൽക്കും. എന്നിട്ടാണ് പണി പഠിക്കുന്നത് കേട്ടാ. അല്ല, എത്ര വയസ്സാണ് എനിക്ക്? 19 കഴിഞ്ഞു. 19? എത്ര വരെ പഠിച്ച്? +2. +2? ഓ, പറയാൻ പാടില്ല മോനെടാ. പിന്നെ മനസ്സിലൊന്നും വെച്ചേക്കല്ലടാ കേട്ടാ. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അപ്പഴേ ഞാൻ കളഞ്ഞേക്കണം. കൂട്ടുകാരെ കൊണ്ടാ ഉണ്ട്, ഇഷ്ടം പോലെ. അയ്യോ വേണ്ട, മക്കളെ കളഞ്ഞ. നിനക്ക് പണി പഠിക്കണ്ടേ? മിഷ എവിടെ ഇരിപ്പുണ്ട്, സാധനം എവിടെ ഇരിപ്പുണ്ട്. നീ ആവശ്യം കൊണ്ട് എടുത്ത് കഴിച്ചു. ഒരു കുഴപ്പമില്ല, നിന്നെ ഒന്നും പറയത്തില്ല കേട്ടാ. എന്തൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞിട്ട് അവന്മാർ ഞങ്ങളുടെ കൂട്ടത്തോടെ എന്നെ അടുത്ത് അടിക്കൂലി. അണ്ണ എന്തേലും പറഞ്ഞ? അണ്ണ ഒന്നുമില്ല. അണ്ണൻ പറഞ്ഞ ഞാൻ കേട്ട്. അണ്ണാ, എല്ലാ പിള്ളേരും ആ ഗണത്തിൽ പെടുത്തല്ലേ അണ്ണ. കുറച്ച് പിള്ളേർ അലുമ്പായിപ്പോന്നും പറഞ്ഞു എല്ലാ ആ പ്രായത്തിനത്തെ പിള്ളേരൊന്നും അങ്ങനെയൊന്നും അല്ല. അണ്ണ അങ്ങനെ പറഞ്ഞ വളരെ മോശമായി. ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ. അതൊക്കെ പോട്ടെ. അണ്ണ എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നത്? ഞാൻ ഫീൽഡിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർമാർ എല്ലാവരും പറയും, സൂരേ വെൽഡൺ. കൂട്ടുകാരും വന്നടാ, സൂരേ വെൽഡൺ. അപ്പോഴും എനിക്ക് തോന്നി എന്റെ ഉള്ളിൽ ഒരു വെൽഡിങ് കാരൻ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പറ്റില്ലേ. പിറ്റേ ദിവസം തന്നെ ഞാൻ ആടും കൊണ്ടങ്ങ് ഇറങ്ങി. പഠിക്കാൻ പോയില്ല, ക്ലാസ്സിൽ കയറണമായിരുന്നു. എങ്കിൽ വെൽഡിങ്ങിന്റെ അർത്ഥം മനസ്സിലായില്ല. തന്നെ പിന്നെ ഇവിടുത്തെ മോലാളി ഉണ്ടേ, ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു 7 മണി തൊട്ട് നമ്മളൊരു 11 മണി ടു 3 മണി വരെ നമുക്ക് പണി ചെയ്യണ്ട, ഫ്രീ ആണ്. അത് സൂര്യാഘാതം ഭയങ്കര ചൂടല്ലേടാ. ആ ചൂടുള്ളതുകൊണ്ട് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര സമയം പണി ചെയ്യാൻ പാടുള്ളൂ. അതുവരെ റെസ്റ്റ് എടുക്കാന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഈ 11 മണി തൊട്ട് 3 മണി വരെ നമുക്ക് നിങ്ങളെ വീട്ടിൽ പോയിരുന്നല്ലോ. വീട്ടിലാ? എടാ, സൂര്യാഘാതമൊക്കെ എന്തരടാ. വീട്ടിൽ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യാഘാതമാണ്. ഭയങ്കര പാടാണ്. അതിനെ മേച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. സൂര്യാഘാതമൊക്കെ എത്രയും നല്ലടാ. അപ്പൊ ഈ 11 മണി തൊട്ട് 3 മണി വരെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ എന്തൊരു ചെയ്യണം? ചുമ്മാ സമയം വെറുതെ കളയാനായിട്ട്. അതിനുള്ള സംഭവം എന്റെ ഉണ്ട്. ഞാൻ കവറിഞ്ഞെടുത്തു വന്നു. അതുകൊണ്ട് അവിടെ കവർ എടുത്തു വന്നു. കവറിലെന്ത്? പിന്നെ അതിനകത്തൊക്കെ ഉള്ള സാധനം നമ്മൾ തെറ്റി വെച്ചിട്ടില്ലടാ. അതുവരെ നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോടാ. അപ്പി ഉപ്പിയൊക്കെ എടുത്തോണ്ട് വന്നു. ഓ, സമയം പോട്ടെ നമുക്ക്. നീ നൈസിന് ഒരെണ്ണം കോഴി മോലാളി എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെ ഈ മദ്യവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്നാണ് പറയണത്. ഭയങ്കര സ്ട്രിക്റ്റാ. ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അയ്യോ, അപ്പൊ ഇതൊക്കെ അഴിച്ചടിക്കാനുള്ള കലിപ്പാവൂലാണ്. പിന്നെ ഭയങ്കര കലിപ്പാവും. നിങ്ങളാണല്ലേ? ഞങ്ങളല്ല കുറച്ചത്, പട്ടി. നിങ്ങളാണല്ലേ? ഞങ്ങളല്ല. ഇങ്ങനെ എത്തിരി പറഞ്ഞ നമ്മളല്ല കുറച്ചത്, പട്ടി. എനിക്ക് മനസ്സിലായി. നിങ്ങളാണല്ലേ മറ്റേ രാജീവ് പറഞ്ഞു വിട്ടു വന്ന? അതെ. ഞാൻ സാധാരണ ഇവിടെ രാജീവിനെയാണ് ഇവിടെ പണിയാനായിട്ടൊക്കെ വിളിച്ചോണ്ടിരുന്നത്. കാരണം രാജീവിന്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പണിയാണ്. അവൻ നല്ല ഒന്നാം തരം പണിക്കാരനാണ്. അപ്പൊ എനിക്ക് നിങ്ങളെ പരിചയമില്ല. അപ്പൊ എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മളമ്മ ആദ്യമായിട്ട് കാണുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, വെൽഡിംഗ് ഒക്കെ അറിയാവോ? അറിയോന്ന്? വെൽഡിംഗ് അകന്നിരിക്കുന്ന പൈപ്പിനെ ഒട്ടിക്കുന്ന മഹാസാഗരം. പുകഞ്ഞിട്ടുണ്ട് കണ്ണൊരുപാട്. വെൽഡിംഗ് പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. അദ്ദേഹം പറഞ്ഞു ദക്ഷിണ വയ്ക്കാൻ. ഒരു തണ്ടിയുടെ എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പുല്ലുമില്ല. ഞാൻ ഇങ്ങനെ കറങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി ഇരിക്കുന്ന റാഡ് കണ്ണിൽ കുത്തി ഒഴുക്കിയിട്ട് ഞാൻ ദർബാറാഗത്തിൽ ഒരു സംഭവം കൊണ്ട് കീച്ചി. സബറോങ്കി ജിന്ദഗി ഗൗ നബി ഖൈ ഖതം ഹോ ജാതി ഹേ. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? ഞാൻ ചോദിച്ചതെന്ത്, അവൻ പറയുന്നതെന്ത്? ഞാൻ ചോദിച്ച നിങ്ങൾ വെൽഡിംഗ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന്. ഉണ്ടോന്ന്. വെയില് വന്നാലും മഴ വന്നാലും എന്റെ ആശാന് റൂഫിന്റെ പണി എന്നും ഉണ്ട്. അത് ശരി. അപ്പൊ നല്ലതായിട്ട് പണിയെടുക്കുന്ന ഒരാളാണല്ലേ? വെയില് വന്നു കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാനായിട്ട് ആശാൻ പോയി അവിടെ റൂഫ് ഇടും. മഴ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചോർച്ച അടക്കി ആശാൻ പോയി ടാർപ്പ ഇടും. രണ്ടും ആശാൻ എന്നും പണിയാ. ചോർച്ച, ചേർച്ച, ചേർച്ച, വെൽഡിംഗ് ജോയിൻ ചെയ്യുന്ന ചേർച്ച.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.